കോമഡി പ്രതിഭാസങ്ങൾക്ക് ഒരു വൻ വേദിയാകുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 3യുടെ ഇന്നത്തെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. This is Once Upon a Time version 3 Startup for Stand-up, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. വെൽക്കം എവരിവൺ. Once upon a time. Once upon a time. ടീം കുമ്പടിയിൽ നിന്നും സുഭാഷ് എറണാകുളം പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പെർഫോമർ വരുന്നത് ടീം മണവാടനിൽ നിന്നുമാണ്. ജീവ, ആരാ കോട്ടിടുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്നും കോട്ടിട്ട് വരുന്നു ഞങ്ങളുടെ യുവതാരമായ സുദീപ് പട്ടാഴി. സുദീപ് പട്ടാഴി, വെൽക്കം. രമേശ് ചേട്ടാ, പ്രജോദ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ആൾക്കാരെ എവിടെ വെച്ചെങ്കിലും ഏതെങ്കിലും അമ്മാവന്മാര് കണ്ട പ്രതീക്ഷിക്കാവുന്ന ഒരു മസ്റ്റ് ചോദ്യമാണ്, എന്താണ് മോനെ നിന്റെ ഭാവി പ്ലാൻ? പാരഡോക്സിക്കൽ ഫോട്ടോൺസ് ഓഫ് ക്രൈസി അൽഗോരിതത്തിൽ ഈസിക്കൽ MC² മിസ് ചെയ്ത് ഏലിയൻസിന്റെ ഫീലിംഗ്സ് മാച്ച് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രൺബീർ കപൂർ പറഞ്ഞ പോലെ തട്ടിവിടാം. പക്ഷെ അതിനപ്പുറം ഞാൻ ഭാവിയെ കുറിച്ച് അങ്ങനൊന്നും ചിന്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ അമ്മാവന്മാരെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവര് നിന്ന് നിപ്പി നമ്മുടെ ഭാവി എഴുതി തന്നു കളയും. മാത്രമല്ല, ഈ ചാനലിലെ ചോദ്യാവലികൾ പോലെ ശരങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എഴുതി തരും. എൻ്റെയൊക്കെ ജോലി കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വലിച്ചു വരുന്ന പോലെ ഞാനൊക്കെ എത്ര പിടിച്ചാലും ഊരി വരില്ല. ഞാൻ ഈ ഭാവിയെക്കുറിച്ച് അങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആദ്യം ഈ ഭാവിയെക്കുറിച്ച് കേൾക്കുന്നത് സ്കൂളിലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലാണ്. അവിടെ ഭാവി, ഭൂതം, വർത്തമാനം, ആ ഭാവി. അവിടെ അത് ഭാവിയിൽ വില്ലും ഷാളും വെച്ച് ആകെ പുല്ലും തൊല്ലാപ്പുമാക്കി കുഴച്ചു തന്നു. പക്ഷേ നമ്മളെപ്പോലല്ല എല്ലാവരും ചിന്തിക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് രണ്ട് ആൾക്കാരുടെ കഥകൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് ഇലോൺ മസ്കിനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇലോൺ മസ്കിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ലോകം അടുത്ത 20 വർഷം എങ്ങനെ ചിന്തിക്കും എന്ന് മുൻകൂട്ടി കണ്ടാണ് പുള്ളിയൊക്കെ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മസ്ക് തൻ്റെ 9ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കസിൻ ഒരു റിപ്ലൈ കൊടുത്ത്. കസിൻ പറഞ്ഞ് എനിക്ക് ഇരുട്ടിനെ ഭയമാണെന്ന് പറഞ്ഞു. അപ്പം മസ്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചാൽ ഡാർക്ക് ജസ്റ്റ് മീൻസ് ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോൺസ് ഇൻ വിസിബിൾ വേവ് ലെങ്ത്. അതായത് കുറച്ച് ഫോട്ടോൺസ് ഇവിടെ ഇല്ലെന്ന് കരുതി നീ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന് 9ാമത്തെ വയസ്സിൽ മസ്ക് പറഞ്ഞതാ. ഇവിടെ 50ാമത്തെ വയസ്സിൽ വിളിക്കാത്ത 16-ന് രണ്ടാമത് ചെന്നിരുന്നിട്ട് വീണ്ടും പപ്പടം വെച്ചില്ലെന്ന് പറഞ്ഞ് വിളമ്പിയവനെ സാമ്പാറിലിട്ട് ഉരുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഫോട്ടോൺസിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പോകുന്നില്ല. നമുക്ക് സമയമില്ല. പക്ഷേ ഭാവിയെക്കുറിച്ച് നമ്മുടെ ചിന്തകളാണ് ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും റൂട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. കാരണം എൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ത്രില്ല് എപ്പോഴും അടുത്തിരിക്കുന്ന എൻ്റെ പോക്കറ്റിൽ എന്ത് എന്ന് കണ്ടുപിടിക്കുന്നതിലായിരുന്നു. 5-ലോ മറ്റോ പഠിക്കുമ്പോൾ അടുത്തിരിക്കുന്ന എൻ്റെ നിക്കറിൻ്റെ പോക്കറ്റിൽ മുട്ടായി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ കൈയിട്ട് നോക്കി. പക്ഷെ മുട്ടായി കിട്ടിയില്ല. പകരം ഷഡ് ഇടുക എന്ന പദ്ധതിക്ക് അധികം പ്രാധാന്യം ലഭിക്കാത്ത വീട്ടിൽ നിന്നാണ് ആ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശേഷം അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ പിന്നോട്ടുള്ള കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വെളിച്ചം വീശിയ ഒരു കണ്ടുപിടുത്തമുണ്ട്. തോമസ് ആൽവ എഡിസന്റെ ബൾബിന്റെ കണ്ടുപിടുത്തം. ബൾബിന്റെ അടുത്ത് പുള്ളിയുടെയൊക്കെ ചിന്ത എന്ന് വെച്ചാൽ ഭാവി തലമുറകൾക്ക് എങ്ങനെ പ്രയോജനപ്പെടാം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. നമുക്ക് അദ്ദേഹത്തിന്റെ ഭാവി തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ 1-2 തെറ്റ് പറ്റിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്ത്, അവൻ സിനിമ മാത്രം കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാ. അപ്പം അവൻ ക്ലാസ്സിൽ സാറ് ചോദിച്ച് ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താണെന്ന്. അപ്പം ബബ്ബ എന്ന റിപ്ലൈ കൊടുത്തത്. ഇവനെയൊക്കെ കാണുമ്പോഴാണ് ഇവനൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ മറ്റേ പണ്ട് ബൾബൊക്കെ കണ്ടുപിടിച്ച് വെറുതെ സമയം കളഞ്ഞതെന്ന് ആലോചിച്ച് ബ്രഹ്മത്തൻ നമ്പൂതിരി ശിവേലിക്കല്ലി തലതല്ലി ചത്തോലെ എഡിസണൊക്കെ അങ്ങനെ ചാവേണ്ട അവസ്ഥ ഉണ്ടായി. പക്ഷെ ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാവിയിലേക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ ജോലി വേണം എന്ന അതിമോഹവുമായിട്ട് ഞാൻ പല ഇൻ്റർവ്യൂകളിൽ ചെന്ന് ചാടിക്കൊടുത്ത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാണ് ഹെവി ലൈസൻസിലോട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രക്രിയയാണ് ഈ ഇൻ്റർവ്യൂവിൽ നടക്കുന്നതെങ്കിൽ ഞാൻ ചെല്ലുന്ന ഇൻ്റർവ്യൂകളിലെല്ലാം എനിക്ക് ഇൻ്റർവ്യൂ ബോഡി ഇരിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഈ ജോലി കിട്ടിയിട്ടും പിന്നെയും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഉള്ള ഒരുപാട് പേരുണ്ട്. കാരണം ഈ ഭാവിയിൽ എനിക്ക് ഇനി ഒരു പങ്കാളി വേണം അങ്ങനെ ചിന്തിക്കുന്ന ചില ടീംസ് ഉണ്ട്. അപ്പം അവരുടെ ഒരു പെങ്കൊച്ചിനെ ലൈനടിച്ച് സെറ്റാക്കി റെഡിയാക്കി അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ് നമുക്കൊരു ഗെയിം കളിക്കാം. അതായത് നമ്മൾ തമ്മിൽ പരസ്പരം മറച്ചു വെച്ച എത്ര റിലേഷൻഷിപ്പ് ഉണ്ട് അത്രയും വണ്ടികൾ ഈ മുന്നിൽ കാണുന്ന റോഡിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം അവൻ്റെ ഊഴം. അവന്റെ കാര്യത്തിൽ അത് ഹർത്താലിൽ റോഡിലോട്ട് നോക്കിയ പോലെ ആയിരുന്നു. പക്ഷെ അവളുടെ കാര്യത്തിൽ അത് കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്ന അവസ്ഥയായിരുന്നു.
പിന്നെ ഇതുപോലെ സിനിമയാണ് എൻ്റെ ഭാവി, സിനിമയാണ് എൻ്റെ ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടേക്കുന്നതെന്നും പറഞ്ഞ് കോളേജിൽ നിന്ന് ഒരുത്തം പോയി. നമ്മുടെ ഒരു സുഹൃത്ത്. വളരെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും അവനെ കണ്ടപ്പം വേറൊരു രീതിയിൽ, അതായത് നരന്റെ സ്പൂഫ് ചെയ്യുമെന്നും പറഞ്ഞ് ആറിന്റെ തീരത്തിരുന്ന് വാറ്റി സാധനം കുപ്പിയിലാക്കി ആറ്റിലിടുമായിരുന്നു പരിപാടി. സംഗതി എക്സൈസ് പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഇവൻ സാധനം എടുത്ത് നീന്തി നടുക്ക് എന്നിട്ട് എക്സൈസ് ഇടാ പാടാന്ന് പറഞ്ഞപ്പോ, സാറേ ഈ പുഴയാണ് സാറേ എൻ്റെ അമ്മ, എൻ്റെ കയ്യിൽ എന്തോടാ, അത് അമ്മയ്ക്ക് മൂക്കിലൊഴിക്കാനുള്ള മരുന്നാ സാറേ, ഞാൻ കൊണ്ടുപോട്ടെന്ന്. അത് മാത്രമല്ല, പക്ഷെ നമ്മളിങ്ങനെ പല ആൾക്കാരുടെയും ഭാവിയെക്കുറിച്ചുള്ള കഥകൾ കേട്ട് ഇനി അത്യാവശ്യം പ്രശസ്തനായി മനസ്സമാധാനത്തോടെ ഭാവി കാലം ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയ വഴി ഏറി കയറുക. രണ്ട്, കഞ്ചാവ് കേസിലോ ഒറ്റ പിടിച്ചിട്ട് പത്രക്കാർ വരുമ്പോൾ കഞ്ചാവിനെ പറ്റി മഹത്വം അടിച്ച് സമൂഹത്തിൽ ഒരു വിലയും സൃഷ്ടിക്കുക. രണ്ടാമത്തെ കാര്യം നമുക്ക് പറ്റത്തില്ല, കാരണം മേലുവേദനിക്കും, പോലീസ് പിടിക്കും. പക്ഷെ ആദ്യത്തെ കാര്യത്തിന് വലിയ കുഴപ്പമൊന്നും വേണ്ട, തൊലിക്കെട്ടി മാത്രം മതി. അങ്ങനെ തൊലിക്കെട്ടിയുടെ കാര്യം പറയുമ്പം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സുഹൃത്തിനെ പറ്റി നമുക്ക് പറയാം. അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു എക്സ്പ്ലോറിങ് ഗായാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ആഴ്ച ഓരോ ഫോട്ടോസ് ഇടും. ഐ എം അറ്റ് കൊൽക്കത്ത, ഐ എം അറ്റ് കുളു മണാലി, ഐ എം അറ്റ് സിംഗപ്പൂർ, അങ്ങനെ ആഴ്ച ഇടും. കൂട്ടുകാരെല്ലാം പറഞ്ഞ് ഇവൻ ചുമ്മാ ഉടായിപ്പാണ്, അവൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടേ ഉള്ളു, അങ്ങനെ അവൻ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഒരു ദിവസം അവനെ പിടിച്ച്, അതായത് ഓണത്തിന്റെ തലേന്ന് ജനശതാബ്ദി എക്സ്പ്രസിന്റെ AC കോച്ചിലോട്ട് ആൾക്കാർ തള്ളി കയറുന്ന ആ വീഡിയോ എടുത്തിട്ട് ഐ എം അറ്റ് കൊച്ചി ലുലുമൽ മിഡ്നൈറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ടവനാണ് അന്ന് ഏറി കയറിയതാണ്. മെനഞ്ഞാന്ന് മറ്റേ അവൻ ട്രാവൽ ബാഗും പുതിയ ഷോർട്സും ഷൂസും ഗ്ലാസും ഒക്കെ വാങ്ങിച്ച് അവൻ നേരെ വരുന്നു. ഞാൻ ചോദിച്ചു എവിടെ പോടാ? അത് ഞാൻ പുതിയ പരിപാടി തുടങ്ങുക, ഞാനൊരു ട്രാവൽ വ്ളോഗ് തുടങ്ങുക. അപ്പം യൂട്യൂബിൽ അതിൽ ഹിറ്റ് ആവണമെന്നുണ്ട് ഇത്. അപ്പം അതിന് വേണ്ടിയിട്ട് രാമേശ്വരത്ത് ഫാമിലി ആയിട്ടൊരു ബീച്ചിൽ ട്രിപ്പ് പോവാണ്. അത് ഞാൻ പറഞ്ഞ്, എടാ നീ വ്ളോഗ് തുടങ്ങുന്നതല്ലേ ഉള്ളു, അപ്പം ഉടനെ രാമേശ്വരത്ത് പോകണമില്ലല്ലോ, ഇത് അടുത്ത് കാപ്പില് ബീച്ചുണ്ട്, അവിടെ നല്ല വ്യൂ ആ. അതിപ്പോ ഞാൻ വീട്ടുകാരെ നിർബന്ധിച്ചു കൊണ്ടുപോകും. അത് പക്ഷെ എല്ലാരും സമ്മതിക്കത്തില്ല. കാരണം ഇപ്പൊ അപ്പൂപ്പന്റെ അസ്ഥി കാപ്പിൽ തന്നെ ഒഴുകണമെന്ന് അമ്മൂമ്മയോട് പറഞ്ഞ അമ്മ അയാളെ സമ്മതിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഇവന്റെ കയ്യിലിരിപ്പ് വെച്ച് ഈ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്നതെന്നാണ് ഭാവിയിലെ ഏറ്റവും വലിയ ഭവിഷ്യത്ത്. സൂപ്പർ. നമുക്ക് ചോദിക്കാം ചേട്ടാ. സുദീപിന്റെ സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ്. സുദീപ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പം ഭൂരിപക്ഷം ആളുകൾ, ഞാൻ ഉൾപ്പെടെ, നമ്മുടെ വീട് നാട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും കുറച്ചുകൂടെ പുതിയ വഴികളിലൂടെയുള്ള സ്ക്രിപ്റ്റാണ്. താൻ ചെറുപ്പമാണ്, അതുകൊണ്ട് പറ്റുന്നത്. വളരെ നല്ല സ്ക്രിപ്റ്റാണ്. പക്ഷെ ഓർത്ത് പറയുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യുമ്പോൾ നന്നായിട്ട് പറ്റുമായിരിക്കും. എന്തോ അകാരണമായി നെർവസ് ആകുന്നു, ആലോചിച്ച് പറയുന്നു. ഈ വിറ്റുകൾ കൊണ്ട് മുട്ടിക്കേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ. ഇപ്പം അപ്പൂപ്പന്റെ അസ്ഥി ഒഴുകാൻ വേണ്ടി പോകുന്നതാണ് വ്ളോഗായിട്ട് തുടങ്ങിയെന്നൊക്കെ ഉള്ളത്, കൊണ്ടെത്തിക്കേണ്ട സ്ഥലം എത്തുമ്പോഴത്തേക്ക് അത് വളരെ പ്ലെയിൻ ആയി പോയിട്ട് ആ വിറ്റ് എത്താറാവുമ്പോഴത്തേക്കും നമ്മൾ നെർവസ് ആയിട്ട്, ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ അപ്പൂപ്പന്റെ അസ്ഥി ഒഴുകാനായിട്ട് പറ്റില്ല, അതിനുവേണ്ടി ആവും വ്ളോഗ് എന്ന് പറഞ്ഞ് പോകുന്നത്. മനസ്സിലായില്ല എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ആ വിറ്റൊന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം കൂടെ നടത്താതെ നമ്മൾ അടുത്തതിലോട്ട് പോകരുത്. മനസ്സിലാവാത്തതാണെങ്കിൽ, ഏറ്റില്ല എന്ന് തോന്നിയാൽ ഏൽപ്പിക്കാൻ നോക്കിയാൽ വലിയ പാടാ, അരച്ചിലിന് ഡബിൾ പവർ കൂടും. പക്ഷെ ഇത് ഏക്കാതെ പോയതല്ല, മനസ്സിലാവാതെ പോയതാണ് എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടിയാൽ, അത് മനസ്സിലാക്കിക്കാൻ നോക്കിയാൽ ആ ചിരി നമുക്ക് കിട്ടും. അത് മനസ്സിലാക്കിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ശ്രമങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നെർവസ് ആയി പോയതിന്റെ ഫീൽ ഉണ്ടായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. സുദീപ് വർത്തമാനകാലത്തിലെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ സുദീപിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല ശബ്ദമാണ്, നല്ല സൗണ്ടാണ്. കാര്യം ആ സൗണ്ട് വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള സൗണ്ടാണ്. അതുതന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു സൗണ്ട് കിട്ടുക. പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ പ്രശ്നം വന്നു പോയത് ചെറിയ ടെൻഷനായി പോയതാണ്. കാര്യം ഇപ്പം നമുക്ക് ആദ്യം ഒരാൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോൾ ഒരു ടെൻഷൻ നമ്മളുണ്ടാവും. ആ ടെൻഷനാണ് മുഖത്ത് കണ്ടതും ഇടയ്ക്ക് ഈ കഥയിലേക്ക് വന്നൊരു ടച്ചിങ്ങിലേക്ക് കയറാൻ വന്നതും ആ ഒരു പ്രയാസമാണ്. പക്ഷേ നമ്മുടെ ഈ ഫ്ലോറിൽ അങ്ങനെ ടെൻഷൻ വേണ്ട. കാര്യം നമ്മുടെ പ്ലോട്ടാണ്, ഇവിടെ നമ്മൾ തുടക്കമാണ്. കാര്യം ഇവിടെ ഇരിക്കുന്നവരൊന്നും അങ്ങനെ കീറി മുറിച്ച് അഭിപ്രായം പറയുന്നവരല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അപ്പം ടെൻഷൻ ഒന്നും വേണ്ട, വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ കേട്ട ജഡ്ജ്മെന്റ് നമുക്കൊരു സെൽഫ് ഗ്രൂമിങ്ങിനും ഹെൽപ്ഫുൾ ആണ് അല്ലേ? നമുക്ക് നമ്മുടെ കറക്ഷൻസ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ടൈം ബെറ്റർ ആക്കി വരാൻ സാധിക്കുന്ന കമന്റ്സ്. അതായത് ഈ കുഴപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും.
ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കുഴപ്പമൊക്കെ തന്നെയാണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ വരുമ്പോൾ വീണ്ടും അതേ കുഴപ്പം വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്കിത് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ആ ടാലന്റ് ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമുക്ക് വന്നു കയറുന്ന ചില ഭയങ്ങൾ, ചില ടെൻഷനുകൾ, കാര്യങ്ങളെ മാറ്റിവെച്ചാലേ ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ശ്രമിക്കുക. മാർക്സ് അറിയാം അല്ലേ സുധീർ? രമേശ് ചേട്ടാ 50-ല് 42. ഓക്കെ, 42 out of 50. താങ്ക് യു രമേശ് ചേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, 50-ൽ 42. 42. ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് 84 മാർക്സ് ആണ്. 100-ൽ 84 മാർക്സ് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. നൂറ്റാണ്ടുകൾ മുമ്പ് പ്രാചീന ഈജിപ്തുകാരാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 100-125 വർഷങ്ങൾക്ക് മുമ്പ് മാമ്പള്ളി ബാപ്പു എന്നൊരാൾ കേരളത്തിൽ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കി. അന്ന് തൊട്ട് മലയാളികളുടെ ചെറുതും വലുതുമായ ആഘോഷങ്ങളെല്ലാം കേക്കുകളുടെ രുചി കൊണ്ട് നിറഞ്ഞു. മധുരത്തിന്റെയും ഹാപ്പിനെസിന്റെയും ഒക്കെ ഈ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ഇതുവരെ പങ്കുവച്ച ചിരികളുടെയും സന്തോഷത്തിന്റെയും ഒപ്പം ഒരെണ്ണം കൂടി. കേക്ക് റീൽസ് കേക്ക്സ് ആൻഡ് കഫേ. നമസ്കാരം. 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 നമസ്കാരമുണ്ട്. എന്തേ? ഞാനൊരു സംഭവം അറിയാൻ വേണ്ടി വന്നാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കും ഈ ചെടികൾക്കൊക്കെ പെട്ടെന്ന് തഴച്ച് വളരാൻ പറ്റിയ വളം ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാല് ഈ രാസമാണോ ജൈവമാണോ നമുക്ക് ഇടാൻ പറ്റിയ വളം? ഞാൻ രാസവളം എന്ന് പറയും. ഞാൻ ശരിക്കും ജൈവവളം. ജൈവവളം തന്നെ പറയാം. ഇല്ല, ജൈവവളം. ഈ ജൈവം നമ്മൾ ഇടുമല്ലോ, എന്നിട്ട് ഈ ചെടിയുടെ വേര് എന്താ വലിച്ചെടുക്കുന്നത്? ഈ ജൈവത്തിൽ നിന്ന് ചെടിയുടെ വേര് വലിച്ചെടുക്കുന്ന അതിനകത്തെ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ. എല്ലാ സാധനവും കെമിക്കലല്ലേ? കെമിക്കൽ ഇല്ലാത്ത ഏത് സാധനമാണ്? അല്ല, ഞാൻ ഈ ഓർഗാനിക് എന്ന് പറയുന്നതും നിങ്ങൾ അതിനൊരു ലാബ് കൊണ്ട് പരിശോധിച്ചാൽ അതിനകത്തുള്ള എല്ലാ കെമിക്കൽസ് തന്നെയാണ്. ആ കെമിക്കൽസ് മാത്രം എടുത്തിട്ടാണ് രാസവളം ഉണ്ടാക്കുന്നത്. അപ്പൊ രാസവളം ഇടുന്നതാണ് എളുപ്പമെന്നാണ് എന്റെ ചെടിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ല. അല്ല, ജൈവ ഇട്ടാനാണ് കംപ്ലൈന്റ് ഇല്ലാത്തത്. രാസവള കംപ്ലൈന്റ്. രാസം കൂടിയാലേ കംപ്ലൈന്റ് ഉള്ളൂ. രാസവളം ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാസവളമാണ് നല്ലത്. അല്ല, നിങ്ങൾ എന്താ പറയുന്നതിനെ കുറിച്ച്? എന്താണ് ജൈവമാണ്? അവരെല്ലാം പറയുന്നത് ജൈവമാണ്. അത് വെറുതെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുത്തിയ ഒരു സാധനമാണ്. ഞാൻ രാസവളം ഇടുന്നത്. എന്താ കൃഷി? എന്താ കൃഷി? കഞ്ചാവ് കൃഷിയാ. അത് ശരി. അമ്മാവാ, ഞങ്ങൾക്ക് ഇതിൽ ഒരു ഇടപാടുമില്ല. ഞങ്ങളോട് ഇത് ചോദിച്ചിട്ടുമില്ല, ഞങ്ങളോട് ഇത് പറയേ വേണ്ട. ഇത് ഞാനല്ലത്, ഇത് നമ്മുടെ അടുത്ത് ഒരു പയ്യനിപ്പോ അത് ക്ലാസ് നടത്തണ്ടവൻ ഇതിനെ കുറിച്ച്. ക്ലാസ് ഒക്കെയോ? അവൻ ഒരു കോഴ്സ് ഒക്കെ തുടങ്ങണ്ടേ. നമ്മുടെ കേരള പോലീസും ഗവൺമെന്റും ഇവിടെ ഉള്ളവരെല്ലാവരും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യരുത്, ലഹരിയുടെ ഉപയോഗം അത്രയധികം ആൾക്കാരുടെ ഇടയിൽ കൂടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ക്ലാസ് എടുത്ത്. ഞാനെതിരാണ്, പക്ഷെ അത് അവൻ എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറ. ഇന്നത്തെ മത്സരത്തിൽ സുഭാഷ് എറണാകുളം 100-ൽ 87 മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നു. സുദീപ് പട്ടാഴി 84 മാർക്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടു ദി പെർഫോമേഴ്സ്. അങ്ങനെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വിനേഴ്സിനെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആകർഷകമായ സമ്മാനങ്ങളാണ്. ഫസ്റ്റ് പ്രൈസ് ഈസ് എ ബമ്പർ പ്രൈസ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 3 വിജയിക്കുള്ള ഒന്നാം സമ്മാനം 7 ലക്ഷം രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യേഴ്സ്, സെന്റ് പോൾസ് ആയുർവേദ. ആസ്മയും അലർജിയും ഒരു മാറാ രോഗമല്ല. രണ്ടാം സമ്മാനം നേടുന്ന വിജയിയെ കാത്തിരിക്കുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് നൽകുന്ന 5 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയിയെ കാത്തിരിക്കുന്നത് ചെയർമാൻ ചെയർസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. Yes, with this we are winding up this episode. See you all next time. Until then, goodbye. Once Upon a Time version 3.0 സ്റ്റാൻഡപ്പ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോയുടെ രസകരമായ എപ്പിസോഡ്സ് യൂട്യൂബിൽ കാണുവാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ്.